തമിഴ്നാട്ടിൽ കൊട്ടിക്കലാശം ഇന്ന് പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിയോടെ അവസാനിക്കും. 39 മണ്ഡലങ്ങളിലായി 950 സ്ഥാനാർത്ഥികളാണ് തമിഴ്നാട്ടിൽ ജനവിധി തേടുന്നത്. അവസാന മണിക്കൂറുകളിലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കുകയാണ് മുന്നണികൾ. പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തമിഴ്നാട്ടിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തോടെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ്. ബിജെപിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനും കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥിയുമായ കെ അണ്ണാമലയുടെ പ്രചാരണത്തിന് വലിയ ഒരു വരവേൽപ്പ് ഈ അവസാന മണിക്കൂറുകളിലും ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി പല ഇടങ്ങളിലും തടിച്ചുകൂടി നിൽക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ കോയമ്പത്തൂർ നഗരത്തിലെ തന്നെ ഒരു പന്നാരിയമ്മൻ ക്ഷേത്രത്തിലാണ് അണ്ണാമല ഉള്ളത്. ആ ക്ഷേത്രത്തിൽ അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കുന്നതിനും അദ്ദേഹത്തെ കാണുന്നതിനുമൊക്കെയായി ഒരുപാട് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. പൊതുവിൽ ഈ അവസാന മണിക്കൂറുകളിൽ പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. അണ്ണാമലയുടെ പ്രചരണവും അത്തരത്തിൽ തന്നെയാണ്. ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പരമാവധി ആളുകളെ നേരിൽ കാണുക, ഇത്തവണ വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരുപാട് ആളുകളാണ് സ്ഥാനാർത്ഥിയെ കാണാനും സെൽഫി എടുക്കാനും ഒക്കെ ആയി തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച. ഇത്തവണ ഏതായാലും വലിയൊരു മാറ്റം തമിഴ്നാട്ടിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് തമിഴ്നാട്ടിൽ ബിജെപിയുടെ പ്രതീക്ഷ. 20-ലേറെ സീറ്റുകൾ ഇത്തവണ ബിജെപി തമിഴ്നാട്ടിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ വിവിധ ഏജൻസികൾ 5 മുതൽ 7 വരെ സീറ്റുകൾ ഇത്തവണ ബിജെപിക്ക് ലഭിക്കും എന്നുള്ളതും പറയുന്നുണ്ട്. സാധാരണ ഗതിയിൽ മുൻപ് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ DMK അല്ലെങ്കിൽ ADMK എന്ന തരത്തിലായിരുന്നു തമിഴ്നാട്ടിൽ മത്സരമെങ്കിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. ആ ത്രികോണ മത്സരത്തിൽ വലിയ ഒരു നേട്ടം തങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ബിജെപി കണക്ക് കൂട്ടുന്നത്. ഇത്തവണ ഏതായാലും നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന നിരവധി MP-മാർ തമിഴ്നാട്ടിൽ നിന്നുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ബിജെപി നേതാക്കളൊക്കെ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ബിജെപി ക്യാമ്പുകളിൽ നമുക്കറിയാം, സാധാരണഗതിയിൽ തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ പലയിടത്തും ആളുകളെ പണം നൽകിയും മറ്റുമൊക്കെ കൊണ്ടുവരുന്ന കാഴ്ച, ആളെ കൂട്ടാനായി പണം നൽകുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ബിജെപിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് മുതൽ തന്നെ ആളുകളെല്ലാം തനിയെ എത്തുന്നു. ഈ പണമോ മറ്റോ ഒന്നും നൽകാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതും മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമായി അഭൂതപൂർവമായ ഒരു തിരക്ക്, സ്ഥാനാർത്ഥിയെ കാണുന്നതിനും മറ്റുമൊക്കെ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി പൊതുവിലെ തമിഴ്നാട്ടിൽ കാണുന്നു എന്നുള്ളതാണ്. ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോഴും വലിയ ആവേശം തന്നെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ തുറന്ന വാഹനത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അണ്ണാമലയോടൊപ്പം തന്നെ ബിജെപിയുടെ MLA ആയ വാനതി ശ്രീനിവാസൻ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ട്. കമലഹാസനെ കോയമ്പത്തൂരിൽ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു വാനതി ശ്രീനിവാസൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഏതായാലും ആ ഒരു MLA-യുടെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഏതായാലും പരമാവധി സീറ്റുകൾ നേടുക, പരമാവധി സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്ന് കൈക്കലാക്കുക എന്നുള്ളതാണ്. തമിഴ്നാട് പിടിക്കുന്നതോടുകൂടെ തന്നെ ഇത്തവണ ബിജെപിക്ക് വലിയ 400 സീറ്റുകൾ നേടി അധികാരത്തിൽ 3ാം നരേന്ദ്രമോദി സർക്കാർ ഏറുമ്പോൾ ആ 3ാം നരേന്ദ്രമോദി സർക്കാരിലേക്ക് ഒരുപാട് സീറ്റുകൾ ഇത്തവണ തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അവരുടെ കണക്കുകൂട്ടൽ. ഏതായാലും പ്രചാരണം കനത്ത ചൂടാണ്. ആ ചൂടിലും പ്രചാരണം അവസാന മണിക്കൂറുകളിൽ കൊഴുക്കുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ NDA ക്യാമ്പുകൾ ആവേശത്തിലാണ്. കോയമ്പത്തൂരിൽ സ്ഥാനാർത്ഥി കെ അണ്ണാമലയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വൻ ജനക്കൂട്ടമാണ് ഒഴുകിയെത്തുന്നത്. വൈകിട്ട് 6 മണിയോടെയാണ് പരസ്യ പ്രചാരണം അവസാനിക്കുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, എത്രത്തോളം ആവേശമാണ് NDA ക്യാമ്പുകളിൽ കാണാൻ സാധിക്കുന്നത്?
തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, പ്രചാരണം കൊഴുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനും ഒപ്പം NDAയുടെ കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥിയുമായ കെ അണ്ണാമലയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ ആവേശമാണ് പ്രവർത്തകർക്കും മറ്റുമൊക്കെ ഉള്ളത്. അണ്ണാമലയോടൊപ്പം വാനതി ശ്രീനിവാസൻ കോയമ്പത്തൂരിലെ MLA ഉൾപ്പെടെ പ്രചാരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് പ്രവർത്തകർക്കും മറ്റുമൊക്കെ വലിയ ആവേശത്തോടു കൂടെ തന്നെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകളാണ് അദ്ദേഹത്തെ വരവേറ്റുകൊണ്ട് ഈ ഒരു പ്രചാരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും തമിഴ്നാട്ടിൽ ഇത്തവണ വലിയ മാറ്റം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഈ സ്ഥാനാർത്ഥിയെ അമ്പലത്തിലേക്ക് ഉൾപ്പെടെ ആളുകൾ ക്ഷണിക്കുന്ന കാഴ്ചയും ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ പരമാവധി ആളുകളെ ഇന്ന് നേരിൽ കാണുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥി ലക്ഷ്യമിടുന്നത്. പരമാവധി ആളുകളെ ഒരു ആളുകളുടെ ആവേശമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. തമിഴ്നാട്ടിൽ മുൻപൊന്നുമില്ലാത്ത വിധം BJPക്ക് ഒരു സ്വീകാര്യത ലഭിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. NDA സ്ഥാനാർത്ഥിയായ അണ്ണാമലയ്ക്ക് വലിയ ഒരു സ്വീകാര്യത ലഭിക്കുന്ന കാഴ്ച ഈ അവസാന മണിക്കൂറുകളിലും കോയമ്പത്തൂരിൽ വലിയ രീതിയിലുള്ള പ്രകമ്പനം സൃഷ്ടിക്കുന്നു. സ്ഥാനാർത്ഥിയെ കാണുന്നതിന് ഒരു നോക്ക് കാണുന്നതിനൊക്കെയായി ഒരുപാട് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു. ഏതായാലും പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ വലിയ ഒരു ആവേശം തന്നെയാണ് തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിലെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. ആ ഉത്സവ ഭാഗത്തേക്ക് ഉൾപ്പെടെ പ്രചരണം എത്തിയപ്പോഴാണ് സ്ഥാനാർത്ഥിയെ എല്ലാവരും നേരിൽ കണ്ട് ആവേശപൂർണമായ സ്വീകരണം നൽകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇത്തവണ തമിഴ്നാട്ടിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാറ്റം സൃഷ്ടിക്കും എന്നുള്ളത് തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. പരമാവധി സീറ്റുകൾ 20 സീറ്റുകളോളമാണ് തമിഴ്നാട്ടിൽ ഇത്തവണ BJP ലക്ഷ്യമിടുന്നത്. ആ 20 സീറ്റുകളിൽ മിക്ക ഇടങ്ങളിൽ നിന്നും സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. വിവിധ അഭിപ്രായ സർവേകളും മറ്റുമൊക്കെ പറയുന്നത് ഇത്തവണ തമിഴ്നാട്ടിൽ BJP 5 മുതൽ 7 വരെ സീറ്റുകൾ നേടുമെന്നുൾപ്പെടെ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആവേശോജ്വലമായി തന്നെ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് കോയമ്പത്തൂരിൽ കാണാൻ സാധിക്കുന്നത്. വിവിധ പാർട്ടികൾ പലതരത്തിൽ പ്രചാരണങ്ങൾ പലയിടങ്ങളിലായി സംഘടിപ്പിക്കുന്ന കാഴ്ചയുണ്ട്. അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ പ്രചാരണം കൊഴുപ്പിക്കുമ്പോൾ NDA ക്യാമ്പുകളിൽ വലിയ ആവേശം പകർന്നുകൊണ്ടാണ് കെ അണ്ണാമലയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇന്നിപ്പോൾ കോയമ്പത്തൂർ നഗരത്തിലാണ് പ്രചാരണം നടക്കുന്നത്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. DMKയുടെ പ്രചാരണം നടക്കുന്നത് ഈ സിംഗനല്ലൂർ മേഖലയിലാണ്. സിംഗനല്ലൂരിൽ ഉദയനിധി സ്റ്റാലിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ടാണ് DMK പ്രചാരണം നടത്തുന്നത്. ഒപ്പം തന്നെ അണ്ണാ DMK എടപ്പാടി പളനിസ്വാമിയുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ അണ്ണാ DMKയും പ്രചാരണം കൊഴുപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴേതായാലും അണ്ണാമലയുടെ പ്രചാരണം നഗരത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം തന്നെയാണ്. ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നേരിട്ട് തങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളത് വലിയ ആവേശം പകരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പരമാവധി വോട്ടർമാരെ അവസാന നിമിഷവും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു, വോട്ട് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ ഈ ഒരു അവസാന മണിക്കൂറുകളിൽ കാണാൻ കഴിയുന്നത്.